കഥ പരാജിതരുടെ ഭൂമി. രചന ഹാരിസ് പൂക്കാട്. അവതരണം ഗിരിജനാചാരി തോന്നലു. ശിഖരം താഴേക്ക് ഞാന്നു കിടന്നിരുന്ന ഇലന്ത മരത്തിന്റെ ഇലക്കീറുകൾക്കിടയിലൂടെ അയാൾ തെരുവിലേക്ക് നോക്കി. ഏതാണ്ട് ഒരാഴ്ചയായി തുടരുന്ന കലാപം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. കടകമ്പോളങ്ങളും വീടുകളും തീയെരിച്ചും കൊള്ളയടിച്ചും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കലാപം തെരുവുകളിൽ നിന്നും ഗ്രാമാന്തരങ്ങളിലേക്ക് അതിശീഘ്രം വ്യാപിച്ചുകൊണ്ടിരുന്നു. ശവശരീരങ്ങൾ ചിതറിക്കിടക്കുന്നു. ശവന്തീനി കഴുകന്മാർ വട്ടം ചുറ്റിപ്പറക്കുന്നു. വേട്ടനായ്ക്കൾ നാവിൽ വിദ്വേഷത്തിന്റെ രക്തമിറ്റിച്ചു പാഞ്ഞു വരുന്നു. അവരുടെ കൈകളിൽ വടിവാളുകളും മറ്റ് മാരകായുധങ്ങളും ഉണ്ടായിരുന്നു. ആയുധങ്ങൾ ഉയർന്നു താഴുമ്പോൾ ധീനരോദനങ്ങൾ ഉയരുന്നു. ഉയരുന്ന അലർച്ചകളും അട്ടഹാസങ്ങളും, മുഴങ്ങുന്ന രണഭേരികൾ. അന്തരീക്ഷത്തിൽ കനത്ത കറുത്ത പുകാവരണം മൂടിയിരിക്കുന്നു. മനുഷ്യർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. തെരുവോരത്തെ ഓടച്ചാലിലൂടെ ഒഴുകുന്നത് രക്തമാണെന്ന് അയാൾക്ക് തോന്നി. പതുക്കെ റോഡിലേക്ക് ഇറങ്ങി തൻ്റെ വീടും കടയും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അവ ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത വിധം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാഥുറാം സേട്ടിന്റെ സ്വർണ്ണക്കടയും രഞ്ജൻ സിംഗിന്റെ ഹാർഡ്വെയർ ഷോപ്പും നിന്നു കത്തുന്നത് അയാൾ നിസ്സഹായതയോടെ നോക്കി നിന്നു. ജാക്കിർ ഹൊയ്സൻ മുല്ലയുടെ ഡാബ ഷോപ്പിനകത്തു നിന്നും പുറത്തേക്ക് തെരുവ് പട്ടികൾ മനുഷ്യാവയവം പോലെ എന്തോ ഒന്ന് കടിച്ചു വലിക്കുന്നു. മുമ്പൊക്കെ ചെറിയ തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിച്ചാൽ പൊതുവെ ശാന്തമായിരുന്ന പ്രദേശം എത്ര പെട്ടെന്നാണ് മാറിപ്പോയത്. ആരായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ വിഷവിത്തുകൾ പാകിയത്? ഒരായുസിലെ സമ്പാദ്യമാണ് അല്പം വെണ്ണീറായി കിടക്കുന്നത്. തെരുവിലൂടെ നടന്നപ്പോൾ അയാൾക്ക് ചെറിയ ഭയം തോന്നി. കേരളത്തിൽ നിന്നും 35 വർഷം മുമ്പ് ഇവിടെ എത്തുമ്പോൾ എത്ര നല്ല പ്രദേശമായിരുന്നു. കൃഷിയും കച്ചവടവും കൂലിപ്പണിയും ചെയ്ത് പരസ്പര സാഹോദര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനത എത്ര പെട്ടെന്നാണ് മാറിപ്പോയിരിക്കുന്നത്. അയാളുടെ ചിന്ത മുറിച്ചുകൊണ്ട് പെട്ടെന്ന് അരികിലേക്ക് ഒരു മോട്ടോർ ബൈക്ക് ഇരമ്പി ആർത്തു വന്നു നിന്നു. മദ്രാസി കിഴവനാണ്, വിട്ടേക്ക്. മുഖം മറച്ച 2 പേരിൽ പിന്നിലിരുന്നയാൾ ഹിന്ദിയിൽ പിറുപിറുത്തുകൊണ്ട് ബൈക്ക് പൊടി പറത്തി പാഞ്ഞുപോയി. അവരുടെ കൈകളിലെ വടിവാളിൽ ഉണങ്ങാത്ത രക്തപ്പാടുകൾ ഭീതിയോടെ അയാൾ കണ്ടു. അവർ പാഞ്ഞു പോയിട്ടും ഉള്ളംകാലിൽ നിന്നും ഒരു വിറയൽ മേലോട്ട് കയറി. തെരുവോരത്തെ മയിൽക്കുറ്റിൽ ഇരുന്നു കൊണ്ട് 35 വർഷം മുന്നേയുള്ള തൻ്റെ ഭൂതകാലം വെറുതെ ഓർത്തു നോക്കി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മദ്യപിച്ച് വന്നതിന് ഭാര്യയുമായി വഴക്കിട്ടു. അയൽവാസികളുടെ മുന്നിൽ വെച്ച് കമല ഗുണദോഷിച്ചപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. വെള്ളം കോരിക്കൊണ്ടു നിന്ന കമലയെ കാലുമടക്കി ഒറ്റ തള്ളു വെച്ചു കൊടുത്തു. കമുകുമരം കൊണ്ടുണ്ടാക്കിയ ആൾമറയടക്കം അവൾ കിണറ്റിലേക്ക് വീണുപോയി. കണ്ടുനിന്ന അയൽക്കാരി പാറുവമ്മ ഉറക്കെ അലറിക്കരഞ്ഞു. സ്ഥലകാല ബോധം വന്നപ്പോൾ പേടി തോന്നി. കമല മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൊലപാതകത്തിന് പോലീസ് കേസെടുക്കും. പിന്നെ ജയിൽവാസം, മാനഹാനി. നിന്ന നിൽപ്പിൽ അയാൾ വെട്ടി വീർത്തു. വാവിട്ട് കരഞ്ഞ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്നും കടന്നു കളഞ്ഞു. പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു. മദ്രാസിൽ, മൈസൂരിൽ, ബോംബെയിൽ. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരിചയപ്പെട്ട ഉത്തം സിംഗിന്റെ കൂടെ അയാളുടെ നാട്ടിലെത്തി. അദ്ദേഹത്തിന്റെ ചായക്കടയിൽ കുശിനിപ്പണിക്കാരനായി ജോലി കിട്ടി. അന്നത്തെ ഓട്ടമാണ് ഇവിടെ എത്തിച്ചത്. അന്ന് കുടുതുണിക്ക്
മറുതുണിയില്ലാതെയാണ് വന്നത്. ഇന്നും അതേ അവസ്ഥയിലാണ് താനെന്ന് ചെറിയൊരു നടുക്കത്തോടെ അയാൾ ഓർത്തു. നല്ല വിശപ്പുണ്ട്. തലേന്ന് ഉച്ചയ്ക്ക് അല്പം ചോറും പരിപ്പ് കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അക്രമികൾ കടയിലേക്ക് ഇരച്ചെത്തിയത്. കടയിലുണ്ടായിരുന്ന പണവും പാത്രങ്ങളും ഫർണിച്ചറുകളും എല്ലാം അവർ കടത്തിക്കൊണ്ടുപോയി. എതിർക്കാൻ ശ്രമിച്ച കടയിലെ ജോലിക്കാരനെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കി. തൊട്ടടുത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിർത്തിയപ്പോഴാണ് അയാൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. കടയിൽ സ്ഥിരമായി ചായ കുടിക്കാൻ വരുന്ന പോലീസുകാരാണ്. കടയും വീടും നശിപ്പിക്കപ്പെട്ടത് അയാൾ ഇൻസ്പെക്ടറോട് പറഞ്ഞത് പോലീസുകാർ നിസ്സംഗഭാവത്തിൽ കേട്ടുനിന്നു. പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് പോലീസ് പറഞ്ഞത്. എങ്ങോട്ട് രക്ഷപ്പെടാനാണ്? നാട്ടിലേക്ക് ചെന്നാൽ ചിലപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തേക്കാം. എന്നാലും വേണ്ടില്ല, നാട്ടിലേക്ക് പോകാം എന്ന ചിന്ത ഉടലെടുത്തു. വേറെ എന്തു വഴി? എങ്ങോട്ട് പോവും? ഇനി ഇവിടെ ഒരു ജീവിതം കരുപിടിക്കില്ല. സുസ്മിതയെ അവിടെയെല്ലാം നോക്കി. സുസ്മിത ഉത്തം സിംഗ് എന്ന മാലിക്കിന്റെ മകളാണ്. മാലിക് മരിക്കുമ്പോൾ വീടും കടയും തന്നെ ഏൽപ്പിക്കുമ്പോൾ അയാളുടെ മകളെയും തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. നിയമപരമായി ഭാര്യാഭർത്താക്കന്മാരല്ലെങ്കിലും അവർ അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്. ഫോണിൽ ബാറ്ററി ചാർജ് തീർന്നതിനാൽ ഒന്ന് വിളിച്ചു നോക്കാനും പറ്റുന്നില്ല. ഒരുപക്ഷെ കലാപത്തിൽ അവൾ മരിച്ചു പോയിരിക്കാം, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ മാരകായുധങ്ങളുമായി വരുന്നവരെ വൃദ്ധനായ താൻ എങ്ങനെ നേരിടാനാണ്? ഒരു രാത്രിയും പകലും ഒരു മരച്ചുവട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസുകാർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. പോലീസ് ജീപ്പിലെ നിലത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ വഴിയരികിലെ കാഴ്ചകൾ കണ്ട് അയാൾ മുഖം പൊത്തി. ഒരു സ്ത്രീയെ കുറെ ആളുകൾ ചേർന്ന് നഗ്നയാക്കി നടത്തിക്കൊണ്ടു പോകുന്നു. ആ പെൺകുട്ടിയുടെ കരച്ചിൽ ദൂരേക്ക് മാറ്റിക്കൊണ്ടു. മറ്റൊരിടത്ത് 10-12 വയസ്സുള്ള 4-5 കുട്ടികളെ കയറിൽ കെട്ടിയിട്ട് വടികൊണ്ട് മർദ്ദിക്കുന്നു. ഒരു ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ 2-3 ചെറുപ്പക്കാരെ ക്രൂരമായി വളഞ്ഞിട്ട് മർദ്ദിക്കുന്നു. അവർ ജീവന് വേണ്ടി വീണുകൊണ്ടേയിരിക്കുന്നു. 2 പേരെ കൊന്ന് ഒരു മരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ആ മൃതദേഹങ്ങൾക്കിടയിൽ കച്ചിക്കൂനയ്ക്ക് തീ കൊളുത്തി ആളിക്കത്തിക്കുന്നു. ഉടമസ്ഥരില്ലാതെ വിഹരിക്കുന്ന കന്നുകാലികൾ, മാതാപിതാക്കളിൽ നിന്നും വേർപെട്ടു പോയ കുട്ടികൾ, അവരുടെ ദീനമായ കരച്ചിൽ അയാളുടെ കർണപുടങ്ങളെ തുളച്ചു. അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. കൈകൾ കൊണ്ട് ഇരു ചെവികളും അമർത്തി പൊത്തിപ്പിടിച്ചു. നാളെ രാവിലെ ഇനി ട്രെയിനുള്ളൂ എന്ന് കേട്ടപ്പോൾ അയാൾ കഴിക്കുവാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അവിടെയെല്ലാം കറങ്ങി നോക്കി. നിരാശയായിരുന്നു ഫലം. പ്ലാറ്റ്ഫോമിലെ വെറും നിലത്ത് നീണ്ടു നിവർന്നു കിടന്നു. ട്രെയിനിൽ തിരക്ക് വളരെ കുറവായിരുന്നു. ജനറൽ കോച്ചിലെ സീറ്റിൽ അനാഥമായി കിടന്ന 2 പഴകിയ ഉഴുന്നുവടകൾ അയാൾ ആർത്തിയോടെ കഴിച്ചു. ട്രെയിൻ നാട്ടിലെത്താൻ 3-4 ദിവസം എടുക്കും. അവിടെ നിന്നും വേറെ ബസ്സിൽ മാറിക്കയറണം. നാട്ടിൽ ചെന്നാൽ പഴയ കേസുണ്ടാകുമോ? ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നേക്കാം. സാരമില്ല, ഇവിടത്തെ അക്രമികളെക്കാൾ നല്ലത് ജയില് തന്നെ. കമല പാവം പെണ്ണായിരുന്നു, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ. താൻ എത്ര പാവിയാണ്. അയാൾക്ക് ശരിക്കും കുറ്റബോധം തോന്നി. തൻ്റെ മകന് 1.5 വയസ്സാണെന്ന് പ്രായം. അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ? ഉണ്ടെങ്കിൽ ആരായിരിക്കും അവനെ വളർത്തിയത്? അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ ഇപ്പോൾ എവിടെയായിരിക്കും? എല്ലാം തകർത്തത് തൻ്റെ നശിച്ച മദ്യപാനമായിരുന്നു. വരുന്നത് വരട്ടെ, നാട്ടിലേക്ക് തന്നെ പോകാം. മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ കൂടെ കഴിയണം. ഇനി ഇവിടെ വയ്യ. കാൽമുട്ടുവേദനയും ശ്വാസം മുട്ടലും. പോലീസുകാർ നൽകിയ കുറച്ചു പണം അയാൾ പൈജാമയുടെ പോക്കറ്റിൽ ഭദ്രമായി വെച്ചു ശ്രദ്ധയൂന്നി. സന്ധ്യാനേരത്താണ് കവലയിൽ ബസ് ഇറങ്ങിയത്.
അങ്ങാടിയിൽ മലഞ്ചരക്ക് കച്ചവടം നടത്തുന്ന വയോധികനാണ് പണ്ടെന്നോ പുറപ്പെട്ടു പോയ രാഘവന്റെ വീട് പറഞ്ഞു കൊടുത്തത്. പഴയ വീടിന്റെ സ്ഥാനത്ത് വലിയൊരു ഇരുനില വീട്. മുറ്റത്ത് സാമാന്യം വലിയൊരു ആൾക്കൂട്ടം. മുറ്റത്തു നിന്നും വഴിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ചെറുപ്പക്കാരനോട് എന്താണ് ആൾക്കൂട്ടം എന്ന് ചോദിച്ചു. രാജേഷേട്ടന്റെ അമ്മ കമലയിടത്തി കുറച്ചു മുൻപ് മരിച്ചു. പാവം, 10-35 കൊല്ലമായി നരകിക്കുന്നു. എന്തായിരുന്നു അസുഖം? അയാൾ വീണ്ടും ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു. പണ്ടെന്നോ കിണറ്റിൽ വീണതായിരുന്നത്രേ. കെട്ടിയോൻ കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. നാടുവിട്ട കഥയും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അരയ്ക്ക് താഴേക്ക് ചലനമില്ലായിരുന്നു. ബാക്കി കേൾക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തന്നെ കൊന്നുകളയാതെ തന്നോട് ദയ കാണിക്കാതിരുന്ന അക്രമികളോട് ആദ്യമായി അയാൾക്ക് അമർഷം തോന്നി. പുറത്ത് ഇരുട്ട് കനത്തു തുടങ്ങിയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ഇരുട്ടിൽ തന്നെ നിന്നു. മറവിൽ നിന്നൊരു ട്രെയിനിന്റെ ചൂളം വിളി പാഞ്ഞടുത്തു വന്നു. ചെവിയിൽ മുഴങ്ങി.